കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ വയമേവ സംരക്ഷകാഹ അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അത് നോക്കുക. ഇന്നിപ്പോൾ നമ്മൾ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. വയമേവ സംരക്ഷകാഹ എന്ന് വെച്ചാൽ വയം, നമ്മൾ, ഏവ തന്നെയാണ്, സംരക്ഷകാഹ സംരക്ഷകർ. അപ്പം നമ്മൾ തന്നെയാണ് സംരക്ഷകർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ പ്രവേശകത്തിലോട്ട് പോവാം. അവിടെ പറയുന്നത് എന്താ? വനസ്യ മനോഹരം ചിത്രം പശ്യതു. ഓക്കെ, അപ്പോൾ ആ വനത്തിൻ്റെ മനോഹരമായ ആ ചിത്രം നോക്കൂ എന്ന് പറഞ്ഞ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം തന്നിട്ടുണ്ട്, അത് നോക്കൂ എന്നാണ്. വനത്തിൻ്റെ മനോഹരമായ ചിത്രം നോക്കൂ. ചിത്രേ കേ സന്തി. അപ്പോൾ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട് എന്നാണ്. ആരൊക്കെ ഉണ്ട്? ഡീറുണ്ട്, ടൈഗർ ഉണ്ട്, എലിഫൻ്റ് ഉണ്ട്, അല്ലെ, മങ്കി ഉണ്ട്, ഒരുപാട് ക്രോ ഉണ്ട്, ട്രീസ് ഉണ്ട്, വാട്ടർ ഉണ്ട്. എന്തൊക്കെയാ ഉള്ളത് ഞാൻ കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, വന്യമൃഗാഹ പക്ഷിണഹ ലഘുപ്രാണിനഹ ച സന്തി. അപ്പോൾ വന്യമൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചെറു പ്രാണികൾ എല്ലാം ഉണ്ട്. തേ വനമാശ്രിത്വ ജീവന്തി. അവര് വനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കേ വനം ദൃഷ്ടവന്തഹ. ആരൊക്കെയാണ് വനം കണ്ടിട്ടുള്ളത്? വനം എന്ന് പറഞ്ഞാൽ കാട്. ആരൊക്കെയാണ് കാട് കണ്ടിട്ടുള്ളത്? വനസ്യ ആവശ്യകത. വനത്തിന്റെ ആവശ്യകത എന്താണ്? എന്തിനാണ് ഈ കാട്? കാടിന്റെ ആവശ്യം എന്താണ്? തസ്യ സംരക്ഷണം കേ കുർവന്തി. തസ്യ സംരക്ഷണം, അതിൻ്റെ സംരക്ഷണം, തേ കുർവന്തി, ആര് ചെയ്യും, അതിനെ ആര് സംരക്ഷിക്കും എന്നുള്ളതാണ് അത്രയും ഇൻട്രൊഡക്ഷനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആമുഖത്തിലോട്ട് പോവാം. പ്രകൃതേഹ സൗന്ദര്യം സീമാതീതമേവ. അപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം സീമാതീതമേവ എന്ന് വെച്ചാൽ അതിരുകൾക്കപ്പുറമാണ്. പല്ലവൈഹ പുഷ്പൈഹ ഫലൈഹ ചാലംകൃതാഹ വൃക്ഷാഹ ലതാഹ ച പ്രകൃതേഹ സൗന്ദര്യം വർദ്ധയന്തി. അപ്പോൾ പല്ലവ എന്ന് വെച്ചാൽ ചെറിയ തളിരകൾ, ചെറിയ ചെടികൾ എന്ന് ഉദ്ദേശിച്ചത് അതായത് തളിരിലകൾ. പല്ലവൈഹ എന്ന് വെച്ചാൽ തളിരിലകൾ, പുഷ്പൈഹ പുഷ്പങ്ങൾ, പിന്നെ ഫലൈഹ ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ചാലംകൃത അതുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന. അപ്പോൾ പുഷ്പങ്ങളും തളിരിലകളും പഴങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വൃക്ഷാഹ ലതാഹ ച പ്രകൃതേഹ സൗന്ദര്യം. അപ്പോൾ ആ വൃക്ഷങ്ങൾ, അങ്ങനെയുള്ള ആ വൃക്ഷങ്ങളും ലതാഹം ഇലകളും ഒക്കെ കൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. ലതാഹ വള്ളിച്ചെടികളും ഒക്കെ കൊണ്ട് എന്താണ് പ്രകൃതിയുടെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. ആവാസ വ്യവസ്ഥയായ ആധാരോ ഭവതി വനം. അപ്പൊ ആവാസ വ്യവസ്ഥയുടെ ആധാരമാണ് വനം, കാടുകൾ എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥയുടെ ആധാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും വസിക്കാൻ പറ്റുന്ന ആ ഒരു ചുറ്റുപാട്, അതാണ് ആവാസ വ്യവസ്ഥ. അപ്പോൾ അതിന് ഏറ്റവും ആധാരമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ് കാടുകൾ എന്നാണ് അവിടെ പറയുന്നത്. സർവേ ചരാചരാഹ വനമാശ്രിത്യ ജീവന്തി. സർവേ ചരാചരാഹ എല്ലാ ചരാചരങ്ങളും, എല്ലാ ജീവജാലങ്ങളും വനമാശ്രിത്യ വനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വനം വിന ജീവനം സുഖരം ന ഭവതി. വനം വിന, വനമില്ലാതെ അല്ലെങ്കിൽ എന്താണ് കാടില്ലാതെ ജീവിതം സുഖകരമല്ല എന്നാണ്. സുഖരം ന ഭവതി എന്ന് വെച്ചാൽ എളുപ്പമാവില്ല, അങ്ങനെയുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, ഇനി അസ്മാകം സുസ്ഥിതയെ വസുധായാഹ സന്തുലിതാവസ്ഥായേ ച വനമുപകരോതി. ഓക്കെ, അപ്പം അതായത് അസ്മാകം നമ്മുടെ സുസ്ഥിതയെ എന്ന് വെച്ചാൽ എന്താണ്? സുസ്ഥിരതയ്ക്ക് അല്ലെങ്കിൽ ക്ഷേമത്തിനും, പിന്നെന്താണ് വസുധായാഹ സന്തുലിതാവസ്ഥായേ ച. അപ്പോൾ എന്താ നമ്മുടെ ക്ഷേമത്തിനും, വസുധായാഹ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും എന്താണ് വനമുപകരോതി, കാട് ഉപകരിക്കുന്നു അല്ലെങ്കിൽ കാട് നമ്മളെ സഹായിക്കുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഒരു കഥയിലോട്ട് പോവാം. ഓക്കെ, അപ്പം നോക്കിക്കേ, അവിടെ ഒരു പിക്ചറിൽ മയിലിനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, മയിലിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കസ്മിൻചിത് വനേ കച്ചന മയൂരഹ ആസീത്. ഒരു വനത്തില് ഒരു മയിൽ ഉണ്ടായിരുന്നു. സഹ സ്വയം സുന്ദരം മന്യമാനഃ ഇതരാൻ പരിഹസതി സ്മ.
സഹ അവൻ സ്വയം സ്വന്തമായിട്ട് സുന്ദരം മന്യമാനഹ സ്വന്തമായിട്ട് സുന്ദരനാണെന്നിങ്ങനെ കരുതി അല്ലെങ്കിൽ സുന്ദരനാണെന്ന് പറഞ്ഞ് സുന്ദരം മന്യമാനഹ എന്ന് വെച്ചാൽ സുന്ദരനാണെന്ന് ഇങ്ങനെ സ്വയം വിചാരിച്ചിട്ട് ഇതരാൻ പരിഹസതീസ്മ എന്തുവാണ് മറ്റുള്ളവരെ പരിഹസതീസ്മ പരിഹസിക്കുമായിരുന്നു. എന്താ പറയുന്നത് ഇങ്ങനെ മമ ബർഹാണി വർഷകാർമുകമിവ ബഹുവർണോപേതാനി ഭവന്തി. എന്താ പറഞ്ഞേ മമ ബർഹാണി അപ്പോൾ എൻ്റെ പീലിത്തൂവലുകൾ അതായത് മയിൽപ്പീലി അറിയല്ലോ മയിലിൻ്റെ, അപ്പോൾ ആ മയിൽപ്പീലിയാണ് പറയുന്നത്. വർഷകാർമുകമിവ വർഷകാർമുകം എന്ന് പറഞ്ഞാൽ എന്താണ് മഴവില്ല്. അപ്പോൾ മഴവില്ല് മഴവില്ല് പോലെ ബഹുവർണോപേതാനി ഭവന്തി ബഹുവർണ്ണങ്ങൾ എന്ന് വെച്ചാൽ പലവിധ നിറങ്ങളാൽ നിറഞ്ഞതാണ് എന്ന് ഇങ്ങനെ പറയും. ഇത്യേവം ചിന്തയിത്വ അങ്ങനെയല്ല പറഞ്ഞിട്ടല്ല, ഇത്യേവം എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ഗർവിഷ്ഠ എന്ന് വെച്ചാൽ അഹങ്കാരിയായ അവൻ കാനനെ സഞ്ചരതി സ്മ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോരുമായിരുന്നു. പോവുമായിരുന്നു. ഇനി അടുത്ത പേജ് നോക്കാം. അവിടെ എന്താണ് കാക്ക വന്നിരുന്ന് മരക്കൊമ്പിൽ എന്തൊക്കെ പറയുന്നുണ്ട്, മൃഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം. ഏകദാ കച്ചൻ കാകഃ വേഗേന ആഗത്യ ഏവമവദത്. ഒരിക്കൽ ഒരു ദിവസം കച്ചന കാകഃ ഒരു കാക്ക വേഗേന ആഗത്യ വേഗത്തിൽ വന്നിട്ട് ഏവമവദത് ഇങ്ങനെ പറഞ്ഞു. ഐ മിത്രാണി കച്ചന മാനവഃ അസ്മാകം വനം നാശേതി. അപ്പൊ എന്താ പറഞ്ഞ ഐ മിത്രാണി എന്ന് വെച്ചാൽ ഹേ കൂട്ടുകാരെ, കച്ചന മാനവഃ ഒരു മനുഷ്യൻ അസ്മാകം നമ്മുടെ വനം നാശേതി നമ്മുടെ കാട് നശിപ്പിക്കുകയാണ്. അപ്പോൾ വാനരഹ പറയാണ് അഹോ കഥം അയ്യോ അതെങ്ങനെ എന്നിങ്ങനെ കാക്കയല്ല കുരങ്ങൻ ചോദിക്കുന്നു. അപ്പൊ കാകഹ പറയുവാണ് മാനവഹ വൃക്ഷസ്യ ചേതനം കുർവന്നാസീത് മനുഷ്യൻ ആ മരം മുറിക്കുകയായിരുന്നു. തത് പതിത്വ അത് പതിച്ചിട്ട് എന്ന് വെച്ചാൽ അത് വന്ന് വീണിട്ട് മരം മുറിച്ചപ്പോൾ ആ മരകഷ്ണം വന്ന് വീണിട്ട് മയൂരസ്യ നീടം ഭഗ്നമഭവത്. അപ്പോൾ പറയുവാണ് തത് പതിത്വ അത് പതിച്ചിട്ട് മയൂരസ്യ നീടം ആ മയിലിൻ്റെ കൂട് ഭഗ്നമഭവത് എന്ന് വെച്ചാൽ എന്താണ് കൂട് ഭഗ്നമഭവത് എന്ന് പറഞ്ഞാൽ തകർന്നു പോയി എന്ന് പറഞ്ഞു. മയൂരഹ ദീനം രോദിതി ആ മയില് അവിടെ ദീനമായിട്ട് കരയുകയാണ്, സങ്കടത്തോടെ കരയുകയാണ് എന്നിങ്ങനെ പറയുന്നതാണ് ഈ പേജ്. ഇനി അടുത്ത പേജിലോട്ട് നോക്കാം. തശ്രുത്വ ഗജഹ അവദത്. അപ്പൊ അത് കേട്ടിട്ട് ആന പറഞ്ഞു യദ്യപി മയൂരഃ അസ്മാൻ പരിഹസതി തഥാപി സഹ അസ്മാസു അന്യതമോ അസ്തി. അപ്പോൾ എന്താ പറയുന്നേ യദ്യപി മയൂരഃ അസ്മാൻ പരിഹസതി. അപ്പോൾ മയില് നമ്മളെ പരിഹസിക്കുന്നുണ്ടെങ്കിലും തഥാപി സഹ അസ്മാസു അന്യതമോ അസ്തി എന്നാലും അങ്ങനെ പരിഹസിക്കുന്നുണ്ടെങ്കിലും അവൻ നമ്മളിൽ ഒരുവൻ തന്നെയാണ്. അതഹ അതുകൊണ്ട് തസ്യ സഹായം അസ്മാകം കർത്തവ്യമേവ ഇതി. അപ്പോൾ അതുകൊണ്ട് തസ്യ സഹായം അവനെ സഹായിക്കുക എന്നുള്ളത് അസ്മാകം കർത്തവ്യമേവ നമ്മുടെ കർത്തവ്യം തന്നെയാണ് ഇതി എന്ന് ആര് പറയുന്നു? ആന പറയുന്നു. ഗജസ്യ വചനം സർവേ അംഗീചക്രുഹ. അപ്പൊ എന്താ ഗജസ്യ വചനം ആനയുടെ വാക്കുകൾ സർവേ എല്ലാവരും അംഗീചക്രുഹ. അപ്പൊ എന്താണ് എല്ലാവരും അംഗീകരിച്ചു. സർവേ പശവഃ ഏകീഭൂയ മാനവം ആക്രമിതവന്തഃ. അപ്പോൾ സർവേ പശവഃ എല്ലാ മൃഗങ്ങളും ഏകീഭൂയ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒന്നായി മാനവം ആ വേട്ടക്കാരനെ ആക്രമിതവന്തഃ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് അവരെ ആക്രമിക്കുന്നത് അടുത്ത പേജിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതാ കണ്ടോ ആ മനുഷ്യനാണ് മയിലിന്റെ കൂട് തകർത്ത് മയിലിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവിടെ കാണിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത് ബാക്കി നോക്കാം.
തേഷാം ആക്രമണം സോഢും അശക്തഃ സഹ പ്രാണരക്ഷാർത്ഥം തതഃ പലായനം അകരോത്. അപ്പോൾ തേഷാം ആക്രമണം സോഢും, അപ്പോൾ തേഷാം അവരുടെ ആക്രമണം സഹിക്കാൻ പറ്റാതെ അശക്തഃ അപ്പോൾ അതിനെ ശക്തനല്ലാത്ത, അപ്പോൾ ആ ആക്രമണത്തെ എന്താണ് നേരിടാൻ കഴിയാതെ അശക്തനായ സഹ അവൻ, ആ മനുഷ്യൻ മരംവെട്ടുകാരൻ പ്രാണരക്ഷാർത്ഥം ജീവനും കൊണ്ട് തതഹ പലായനം അകരോത് അവിടെ നിന്ന് ഓടിപ്പോയി. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ പേജിൽ. ഇനി നമുക്ക് അടുത്ത പേജിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. എല്ലാ മൃഗങ്ങളും കൂടെ ഒരുമിച്ച് മരംവെട്ടുകാരനെ ആക്രമിക്കാൻ ചെല്ലുന്നു. മരംവെട്ടുകാരൻ ജീവനും കൊണ്ട് ഓടുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടെ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. സർവേ മയൂരം സമാശ്വാസിതവന്തഃ. അപ്പോൾ എല്ലാവരും ആ മയിലിനെ ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങി. തസ്യ നേത്രാഭ്യാം അശ്രൂണി അപതൻ. അപ്പോൾ അവൻ്റെ, അതായത് ആ മയിലിൻ്റെ നേത്രാഭ്യം കണ്ണുകളിൽ നിന്നും അശ്രൂണി അപതൻ, എന്താണ് കണ്ണുനീരിങ്ങനെ ചൊരിയുന്നുണ്ടായിരുന്നു, കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തദൃഷ്ട്വാ ഫല്ലുകഃ, അത് കണ്ടിട്ട് കരടി പറയുവാണ്, വനമസ്മാകം ഗൃഹം തസ്യ സംരക്ഷണം അസ്മാകം ദായിത്വമേവ. വനമസ്മാകം ഗൃഹം, കാട് അസ്മാകം നമ്മുടെ വീടാണ്, തസ്യ സംരക്ഷണം അതിൻ്റെ സംരക്ഷണം അസ്മാകം ദായിത്വമേവ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്നാണ് അവിടെ പറഞ്ഞത്. ആര് പറഞ്ഞു? ഫല്ലുകഃ, കരടി പറഞ്ഞു. വനം വിനാ ജീവനം അശക്യം ഖലു ഇത്യവത്. എന്നിട്ട് പറയാണ്, വനം വിന, കാടില്ലാതെ ജീവനം അശക്യം ഖലു, നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ജീവിതം അസാധ്യമാണ് എന്ന് ഇത്യവത് എന്നിങ്ങനെ പറഞ്ഞു. ഗജഹ അവദത്, അപ്പൊ ആന പറയുവാണ്, സാധു ശരിയാണ്, ദ്രുമാഹ വനസ്യ ആധാരാഹ. അപ്പം എന്താണ് ദ്രുമാഹ എന്ന് വെച്ചാൽ മരങ്ങളാണ് വനസ്യ കാടിൻ്റെ ആധാരഹ എന്ന് വെച്ചാൽ മരങ്ങളാണ് കാടിൻ്റെ ആധാരം, അതായത് കാടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മരങ്ങളാണ്. ദ്രുമം വിന വനം കഥം. ദ്രുമം വിന എന്ന് വെച്ചാൽ മരങ്ങളില്ലാതെ വനം കഥം, കാടെങ്ങനെ ഉണ്ടാവും, മരങ്ങളില്ലെങ്കിൽ കാടെങ്ങനെ ഉണ്ടാവും എന്നാ പറയുന്നത്. തത്ര വയമേവ രക്ഷകാഹ ഭവേമ ഇതി. അപ്പോൾ തത്ര വയമേവ രക്ഷകാഹ, അപ്പോൾ അതിനെ നമ്മൾ തന്നെയാണ് രക്ഷിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കഥ മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മളാണ് സംരക്ഷകർ എന്ന് പറഞ്ഞ ഇത്രയുമാണ് ആ ചാപ്റ്ററിലെ കഥ, ഇത്രയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് പദച്ഛേദഹയാണ്, പദം ചെയ്തെഴുതാൻ, അതായത് ഏതൊക്കെ പദങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ആദ്യം എന്താണ് ഒന്നാമത്തേത് സീമാതീതമേവ എന്നാണ്. സീമാതീതമേവ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, അതിരുകളില്ലാത്തത് തന്നെ എന്നുള്ള ഒരു അർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ 2 വാക്കുകളുണ്ട് അതിനകത്ത്. സീമാതീതം അധികം ഏവ, അതാണ് പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്ത് വനമുപകരോധി എന്ന് വെച്ചാൽ കാട് ഉപകാരം ചെയ്യുന്നു, വനം ഉപകാരം ചെയ്യുന്നു എന്ന അർത്ഥമാണ്. അതെങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? വനം അധികം ഉപകരോധി എന്ന് പറയാം. ഓക്കെ, അടുത്ത് തത് ശ്രുത്വ, അപ്പോൾ അവിടെ 2 വാക്കുണ്ട്. തത് പ്ലസ് അത് പ്ലസ് ശ്രുത്വ കേട്ടിട്ട്, അപ്പോൾ അത് കേട്ടിട്ട് എന്നാണ്. അന്യതമോ അസ്തി. ഓക്കെ, അപ്പോൾ അവിടെയും 2 വാക്കുകളുണ്ട്. അന്യതമഹ അധികം അസ്തി, അപ്പോൾ എന്താ കൂട്ടത്തിൽ ഒരാളാണ് അല്ലെങ്കിൽ മറ്റൊരാളാണ് എന്നുള്ള അർത്ഥം തരുന്ന വാക്കാണത്. ഇനി തദൃഷ്ട്വ, അതും നേരത്തെ എന്താണ് തത് പ്ലസ് ദൃഷ്ട്വ, അപ്പോൾ തത് അത്, ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ ശ്രുത്വ കേട്ടിട്ട്, ദൃഷ്ട്വ കണ്ടിട്ട്, അപ്പോൾ എന്താണ് അത് കണ്ടിട്ട് എന്നുള്ളതാണ്. അപ്പോൾ തത് അധികം ദൃഷ്ട്വ എന്ന് പറഞ്ഞ 2 വാക്കുകൾ ചേർന്നിട്ടാണ് തത് ദൃഷ്ട്വ എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിഗ്രഹയാണ്, വിഗ്രഹിച്ചെഴുതാനാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? സീമാതീതം എന്ന് പറഞ്ഞാൽ എന്താണ്? സീമാതീതം എന്ന് പറഞ്ഞാൽ സീമായാഹ അതീതം, അതായത് അതിർത്തി. സീമ എന്ന് വെച്ചാൽ അതിർത്തി, അപ്പം അതിർത്തിയെ മറികടന്ന് അല്ലെങ്കിൽ അതിരുകളില്ലാത്തത് എന്നുള്ളൊരർത്ഥമാണ് അത് തരുന്നത്. ഇനി ആവാസ വ്യവസ്ഥായാഹ. ഓക്കെ, അപ്പോൾ ആവാസായ വ്യവസ്ഥ തസ്യാഹ, അപ്പോൾ എന്താണ് നമുക്ക് താമസിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ്, അതിനെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥായാഹ എന്ന് പറയുന്നത്.
അടുത്ത് അന്യതമഹ. അന്യതമഹ എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെയും പറഞ്ഞതാണ്, എന്താ കൂട്ടത്തിലല്ല, അല്ലെങ്കിൽ പലരിൽ ഒരുവൻ എന്നുള്ള, കൂട്ടത്തിൽ ഒരാൾ എന്നുള്ളത്. അനേകേഷു ഏകഹ, അപ്പോൾ അനേകം പേരിൽ ഒരാൾ എന്നാണ് അന്യതമഹ. ഓക്കെ, ഇനി അടുത്ത പഠന പ്രവർത്തനങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ എന്താ തന്നിട്ടുള്ളത്? പാഠഭാഗാത് ക്രിയാപദാനി ചിത്വാ താൻ ഉപയുജ്യ നൂതനവാക്യാനി രചയതു. അപ്പം എന്താ പറയുന്നത്? പാഠഭാഗത്തു നിന്ന് ക്രിയാപദങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ക്രിയാവചനങ്ങൾ. ഇപ്പം എന്താ? ചെയ്ത കാര്യങ്ങൾ, പ്രവൃത്തികൾ. അപ്പം എന്താ? പറഞ്ഞു, പിന്നെന്താ? പോയി, അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തികൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് പാഠഭാഗത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ചിത്വ താൻ ഉപയുജ്യ, എന്നിട്ട് അത് മാത്രമല്ല, അത് ഉപയോഗിച്ചിട്ട് നൂതന വാക്യാനി രചയതു. അപ്പോൾ പുതിയ വാക്യങ്ങൾ, ആ ക്രിയാപദങ്ങളെ എഴുതുക, എന്നിട്ട് അത് വെച്ച് പുതിയൊരു വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്നിട്ട് ശ്രദ്ധേയ അംശഃ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്രിയാപദജ്ഞാനം, നമ്മൾ ക്രിയാപദം എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ അതിനെക്കുറിച്ച് വേണം. അർത്ഥാവബോധം, അപ്പം അതിൻ്റെ അർത്ഥങ്ങളെ കുറിച്ചുള്ള അവബോധം ഉണ്ടോ. വാക്യരചനാ പാഠവം, എന്താ നമുക്ക് വാക്യം രചിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെയാണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്കിതിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ വായിക്കണം. അപ്പോൾ അതിനകത്ത് വീണ്ടും നോക്കുക. അതിനകത്ത് നമുക്ക് ക്രിയാപദങ്ങളും അതിൻ്റെ സംസ്കൃത വാക്യങ്ങൾ ഞാനിവിടെ കുറച്ച് എടുത്തെഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേറെ കിട്ടുവാണെങ്കിൽ അതും എടുത്തെഴുതുക. ഓക്കെ, അപ്പം എന്താണ്? ഒന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് പരിഹസതീസ്മ. അപ്പോൾ അതെന്താണ്? പരിഹസിക്കുമായിരുന്നു അല്ലേ, ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ പരിഹസിക്കുക എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അത് പരിഹസതീസ്മ എഴുതി. ഓക്കെ, പരിഹസതീസ്മ എന്ന് പറയുമ്പോൾ പരിഹസിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അതൊരു ക്രിയയാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു നൂതന വാക്യം എങ്ങനെ എഴുതാം? ദുർജനഃ സദാ സജ്ജനാൻ പരിഹസതി സ്മ. ദുർജനഃ അങ്ങനെ വെച്ച് എഴുതി കൂടെ? ദുർജനഃ ദുർജനന്മാർ, അല്ലെങ്കിൽ നല്ല വ്യക്തികളല്ലാത്തത്, ദുഷ്ടന്മാർ, സദാ എപ്പോഴും, സജ്ജനാൻ ദുഷ്ടനായ മനുഷ്യരെ, എപ്പോഴും നല്ല മനുഷ്യരെ പരിഹസിക്കുമായിരുന്നു എന്ന് പറയും. ഓക്കെ, അപ്പൊ പരിഹസതി സ്മ എഴുതാം. അടുത്തെന്തെഴുതാം? അടുത്ത് വേറെ എഴുതാം. സഞ്ചരതി സ്മ. അത് സഞ്ചരതി, അതൊരു സഞ്ചരിക്കുക എന്നുള്ളത് ഒരു ക്രിയാപദമാണ്. ഓക്കെ, അപ്പോൾ സഞ്ചരതി എഴുതാം. അതിലെന്തെഴുതാം? എങ്ങനെ എഴുതാം? ഭക്തഃ മന്ദിരേ സഞ്ചരതി സ്മ എന്നെഴുതാം അല്ലേ. ഭക്തൻ എന്താണ്? ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമായിരുന്നു എന്ന് പറയാം. ഓക്കെ, അടുത്ത് ആഗത്യ എഴുതി കൂടെ? ആഗത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നിട്ട്, അല്ലെങ്കിൽ പറന്ന് വന്നിട്ട്, അതൊരു ക്രിയയാണ്. ഓക്കെ, അപ്പോൾ ആഗത്യ എന്ന് പറയുന്നത് അപ്പോൾ പാഠത്തിൽ ഒരു പദമാണിത്, ആഗത്യ. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഛാത്രഃ വിദ്യാലയം ആഗത്യ പഠതി. അപ്പോൾ ഛാത്രഃ വിദ്യാർത്ഥികൾ വിദ്യാലയം ആഗത്യ സ്കൂളിൽ വന്നിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് അവിടെ അർത്ഥം. ഓക്കെ, അടുത്ത് നമുക്ക് ഏത് പറയാം? രോദിതി പറയാം. രോദിതി, കരയുന്നു എന്ന് പറഞ്ഞില്ലേ, മയില് കരയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രോദിതി പറയാം. കരയുന്നു എന്നുള്ളത് ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പറയാം? അതിനൊരു വാക്യം എങ്ങനെ എഴുതാം? ബാലകഃ മാതരം വിനാ രോദിതി എന്ന് വെച്ചാൽ എന്താണ്? കുട്ടി അമ്മയില്ലാതെ കരയുന്നു എന്നുള്ളത് പറയാം. പിന്നെന്ത് പറയാം? അവതത് എഴുതാം. അവതത് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു, അതൊരു ക്രിയയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പറയാം? ഗുരുഹു എന്താ? ശിക്ഷകം പ്രതി അവതത്. അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, പിന്നെന്താ എഴുതാം? പലായനം അകരോധ. എന്താ? വേട്ടക്കാരൻ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി എന്ന് പറയുന്നത് ഒരു ക്രിയാപദമാണ് കേട്ടോ. അപ്പോൾ പലായനം അകരോധ, അത് വെച്ച് എങ്ങനെ എഴുതാം? ഒരു പുതിയ സെൻറ്റൻസ്. മൂഷകഃ ബിഡാലം ദൃഷ്ട്വാ പലായനം അകരോധ. അപ്പോൾ എന്താണ്? മൂഷകഃ എലി ബിഡാലം ദൃഷ്ട്വാ. ബിഡാലം എന്ന് വെച്ചാൽ പൂച്ച. അപ്പോൾ പൂച്ചയെ കണ്ടിട്ട് പലായനം അകരോധ് ഓടിപ്പോയി എന്ന് പറയാം. ഓക്കെ, അതും എഴുതാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇനി വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പുതിയ സെൻറ്റൻസ് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പ്രവർത്തനം 2, കഥാസ്തംഭം ക്രമീകരോതു. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ കഥാഭാഗത്തുള്ള കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ്, കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം നടന്നത് അത് ക്രമീകരിക്കാനാണ്. ആദ്യം നടന്ന സംഭവം ആദ്യം, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഏറ്റവും ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഡിസോർഡറിലാണ് കിടക്കുന്നത്. നമ്മളത് ആദ്യത്തെ ഏത്, രണ്ടാമത്തെ ഏത്, മൂന്നാമത്തെ ഏത് വരുമെന്ന് എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത് എന്താ പറയുന്നത്? സർവേ മയൂരം സമാശ്വാസിതവന്തഃ. അപ്പോൾ എല്ലാവരും മയിലിനെ
ആശ്വസിപ്പിച്ചു. ഇതെപ്പോഴാണ് നമ്മൾ അവസാനമല്ലേ, അവസാനം ആ ഭാഗത്തോട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഒന്നവിടെ നിൽക്കട്ടെ. ഇനി 2 നോക്കിക്കേ. സ്വസൗന്ദര്യേണ ഗർവിഷ്ഠ മയൂരഃ സദാ സർവാൻ പരിഹസതി സ്മ. സ്വസൗന്ദര്യേണ, അപ്പോൾ സ്വന്തം സൗന്ദര്യത്തിൽ അഹങ്കാരനായ ഗർവിഷ്ഠ മയൂരഃ, അഹങ്കാരനായ മയിൽ സദാ സർവാൻ പരിഹസതി സ്മ, എല്ലാവരെയും എപ്പോഴും പരിഹസിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കഥയുടെ ഫസ്റ്റ് ഭാഗത്താണ് പറയുന്നത്. അപ്പോൾ നേരത്തേനെക്കാട്ടിലും മുന്നേ വരും. ഓക്കെ, ഇപ്പോൾ 2 ഇവിടെ മുന്നേ. നമുക്ക് അടുത്തത് നോക്കാം. എന്താണ്? വനേ കച്ചന മനോഹര മയൂരഃ അസ്തി. അപ്പോൾ കാട്ടിൽ മനോഹരമായ ഒരു മയിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതല്ലേ ഫസ്റ്റ് എഴുതി ഒരു കഥ തുടങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് ഏതായിരിക്കും ഫസ്റ്റ് വരുന്നത്? 3 ഫസ്റ്റ് വരുന്നത്. ആ മയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഏത് വരും? 2 വരും അല്ലേ? തൻ്റെ ഭംഗിയിൽ അഹങ്കരിച്ച മയിൽ എപ്പോഴും ഇങ്ങനെ എന്താണ് ബാക്കിയുള്ളവർ പരിഹസിക്കുമായിരുന്നു. അപ്പോൾ അത് 2ാമത്. അപ്പോൾ 3 ഫസ്റ്റ് വരുന്നത്, 2 രണ്ടാമത് വരും. ഇനി അടുത്ത് എന്താണ്? 4ാമത്തെ വായിച്ചു നോക്കാം. മൃഗാഹ വനസ്യ സംരക്ഷണം തേഷാം കർത്തവ്യാമിതി മന്യുതേ. അപ്പം എന്താണ്? മൃഗങ്ങൾ വനസ്യ സംരക്ഷണം തേഷാം കർത്തവ്യാമിതി. അപ്പം വനത്തെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണെന്ന് എന്താണ് കരുതുന്നു, മന്യുതേ കരുതുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് എപ്പോഴാണ്? അതെപ്പോൾ വരും? ഏറ്റവും അവസാനമല്ലേ പറയുന്നത്? നമ്മുടെ കഥയുടെ അവസാനമാണ് പറഞ്ഞത് നമ്മളാണ് വനത്തെ സംരക്ഷിക്കുക. അപ്പോൾ ഏറ്റവും അവസാനത്തെയാണ് ആ 4th വൺ. ഇനി 5ാമത്തെ നോക്കിക്കേ. മാനവഹ മയൂരസ്യ നീടം നാശേതി. അപ്പോൾ മനുഷ്യൻ മയിലിൻ്റെ കൂട് നശിപ്പിക്കുന്നു. അപ്പോൾ അത് ഏത് വരും? അതായത് എല്ലാവരും മയിലിനെ ആശ്വസിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ അല്ലേ, അത് കൂട് നശിപ്പിച്ചതുകൊണ്ടാണ് എല്ലാവരും, അത് കരഞ്ഞപ്പോൾ എല്ലാവരും ആശ്വസിപ്പിച്ചത്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ ഇത്രയും വായിച്ചിട്ട് എങ്ങനെ എഴുതാം? ഫസ്റ്റത്തെ ഏത് വരും? ശരിയായ ക്രമം എന്ന് വെച്ചാൽ 1ാമത്തത് 3, 3ാമത് സെൻറ്റൻസ് ആണ് 1ാമത് വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ക്രമമായിട്ട് എഴുതാം? ഫസ്റ്റ് ഏതെഴുതാം? വനേ കച്ചന മനോഹര മയൂരഃ അസ്തി. അത് 1ാമത് എഴുതും. കാട്ടിൽ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു മയിലുണ്ടായിരുന്നു. 2ാമത് എന്തെഴുതും? സ്വസൗന്ദര്യേണ ഗർവിഷ്ഠ മയൂരഃ സദാ സർവാൻ പരിഹസതി സ്മ. അപ്പോൾ സ്വന്തം സൗന്ദര്യത്തിൽ എന്താണ് അഹങ്കാരിയായ ആ മയിൽ എല്ലാവരെയും എപ്പോഴും പരിഹസിക്കുമായിരുന്നു. അതാണ് 2ാമത് വരുന്നത്. ഇനി 3ാമത്തെ ഏത് വരും? 3ാമത്തത് 5ാമത് എഴുതുന്നത് അല്ലേ? മാനവഹ മയൂരസ്യ നീടം നാശേതി. അപ്പോൾ മനുഷ്യൻ ആ മയിലിൻ്റെ കൂട് നശിപ്പിച്ചു. അതാണ് 3ാമത് വരുന്നത്, 5ാമത്തത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാണ് സർവേ മയൂരം സമാശ്വാസിതവന്തഃ. അപ്പോൾ എല്ലാവരും മയിലിനെ സമാശ്വസിപ്പിച്ചു, അതായത് ആശ്വസിപ്പിച്ചു. അതാണ് 4ാമത് വരുന്നത്, 1ാമത്തത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനം വരുന്നത് 4ാമത്തെ സെൻറ്റൻസ് ആണ്. ഏതാണ്? മൃഗാഹ വനസ്യ സംരക്ഷണം തേഷാം കർത്തവ്യാമിതി മന്യുതേ. അപ്പോൾ കാടിൻ്റെ സംരക്ഷണം തങ്ങളുടെ കടമയാണെന്ന് മൃഗങ്ങൾ കരുതുന്നു. അപ്പോൾ ഇതാണ് അവസാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഏതാണ്? 3, 2, 5, 1, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓർഡർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പാഠഭാഗം പഠിത്വ ത്വാന്ത ലബന്ത തുമുന്നന്താനി അവ്യയപദാനി ചിത്വ പട്ടികം പൂരയതു. അപ്പോൾ ത്വാന്തം, ലബന്ധം, തുമുന്നന്തം എന്നിവ പാഠഭാഗത്തിൽ നിന്ന് അങ്ങനത്തുള്ള വാക്കുകൾ എടുത്ത് എഴുതാനാണ്. അപ്പം നിങ്ങൾ അവിടെ നോക്കേണ്ടത് ത്വാന്തോ ആണെങ്കിൽ തായുടെ പകുതിയും ത്വായിൽ അവസാനിക്കും. ഓക്കെ, ലബന്ധം എന്ന് പറയുമ്പം നമുക്ക് എന്താണ് തായുടെ പകുതിയും യായിലും അവസാനിക്കും. അതായത് യ ശബ്ദം തരും, മറ്റേ ത്വാ ശബ്ദം തരും, ഇത് യ ശബ്ദം തരും. പിന്നെ തുമുന്നന്തോ എന്ന് പറയുമ്പോൾ തും എന്ന് പറഞ്ഞിങ്ങനെ അവസാനിക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ത്വാന്തത്തിന് എന്തെഴുതാം? ഗൃഹീത്വ. കണ്ടോ? ത്വാ അവസാനിച്ചു. ലബന്ധം ആണെങ്കിൽ അപഹൃത്യ, അപ്പൊ ത്യ. അടുത്ത തുമുന്നന്തം വരുമ്പം സ്ഥാപിതും, എക്സാമ്പിൾ തും. അപ്പോൾ ഇതുപോലെ അവസാനിക്കുന്ന വാക്കുകൾ എടുത്ത് കണ്ടുപിടിച്ച് എഴുതിയിട്ട് അതിനെ പട്ടികപ്പെടുത്താനാണ്. അപ്പം നമുക്ക് ത്വാന്തത്തിൽ വേറെ ഏതൊക്കെ എഴുതാം? ഓക്കെ, അപ്പോൾ ത്വാന്തത്തിന് വേറെ ഏതൊക്കെ എക്സാമ്പിൾ ഉണ്ട് ആ പാഠഭാഗത്തിൽ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ശ്രുത്വ, കേട്ടിട്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് എഴുതാം. അതുപോലെ നിങ്ങൾക്ക് തായുടെ പകുതിയും വായിലും അവസാനിക്കുന്ന ലെറ്റേഴ്സ്. അപ്പോൾ ത്വാ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന അതുപോലത്തെ ലെറ്റേഴ്സ് അല്ല, വാക്കുകൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി അവിടെ എഴുതുക. അടുത്ത ലബന്ധത്തിൽ ഏതൊക്കെ എഴുതാം? ഓർമ്മ വരുന്നത് എനിക്കിപ്പോൾ ഇത് മാത്രമേ ഓർമ്മ വരുന്നു, ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ലബന്ധത്തിൽ ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഇവിടെ അപഹൃത്യ തന്നു, അതുപോലെ തന്നെ ആഗത്യ, വന്നിട്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആഗത്യ വരും. ആശ്രിത്യ, ആശ്രയിച്ചിട്ട് എന്നുള്ള അതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അങ്ങനെ അവസാനിക്കുന്നത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, അടുത്ത തുമുന്നന്തം. ഓക്കെ, തുമുന്നന്തം എന്ന് വെച്ചാൽ തുമ്മിൽ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നർത്തിതും, നൃത്തം ചെയ്യുന്നു മയിലിന്റെ. അപ്പോൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ നർത്തിതും എഴുതാം. പിന്നെന്താണ്? രക്ഷിതും, രക്ഷിക്കാൻ, അങ്ങനെയുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള വാക്കുകൾ ഇതുപോലെ അവസാനിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത
ആക്ടിവിറ്റി എന്താണ്? ഉദാഹരണാനുസാരം യഥാ തഥാ ഉപയുജ്യ വാക്യാനി പരിവർത്തനം ലിഖതു. അപ്പോൾ ഉദാഹരണാനുസരണം യഥാ തഥാ, ഓക്കെ, യഥാ തഥാ എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ, എപ്പോൾ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാണ് മലയാള അർത്ഥം വരുന്നത്. അപ്പോൾ എപ്പോഴാണോ എനിക്ക് ഇങ്ങനെ വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള അർത്ഥം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ ഒറ്റ സെന്റൻസ് ആക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ബാലഹ വാർത്താം ശൃണോതി. അടുത്ത സെന്റൻസ് എന്താണ്? ഫീദിഹി ജായതേ എന്ന് വെച്ചാൽ ബാലഹ വാർത്തം ശൃണോതി എന്ന് വെച്ചാൽ കുട്ടി വാർത്ത കേൾക്കുന്നു. ഭീതിഹി ജായതേ ഭയമുണ്ടാകുന്നു, പേടിയുണ്ടാകുന്നു. അപ്പോൾ നമുക്കെങ്ങനെ പറയാം അതിനെ ഒറ്റ സെന്റൻസ് ആയിട്ട് യഥാർത്ഥ ചേർത്ത് വെക്കുമ്പോൾ? അപ്പോൾ എന്താണ്? എപ്പോഴാണോ കുട്ടി വാർത്ത കേൾക്കുന്നത് അപ്പോൾ ഭയമുണ്ടാകുന്നു എന്നാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? യഥാ ബാലഹ വാർത്താം ശൃണോതി തഥാ ഭീതിഹി ജായതേ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ എഴുതണം. എങ്ങനെ എഴുതാൻ നോക്കാം. എങ്ങനെയാ? രോഗഃ ജായതേ ആതുരാലയം പ്രവിശതി. അപ്പോൾ രോഗം ഉണ്ടാകുന്നു, ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. അതാണ് സെന്റൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എപ്പോഴാണോ രോഗം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, അല്ലെങ്കിൽ എപ്പോഴാണോ രോഗം വരുന്നത് അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു. അതെങ്ങനെ എഴുതാം? യഥാ രോഗഃ ജായതേ തഥാ ആതുരാലയം പ്രവിശതി. ഓക്കെ, അപ്പോൾ അടുത്തെങ്ങനെയാണ്? കാലഹ ഗച്ഛതി പരിണാമഃ സംഭവതി. അപ്പം അതെങ്ങനെ എഴുതും? കാലഹ ഗച്ഛതി എന്ന് വെച്ചാൽ കാലം കടന്നു പോകുന്നു, പരിണാമഃ സംഭവതി എന്ന് വെച്ചാൽ പരിണാമം, മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ കാലം കടന്നു പോകുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നു. അതെങ്ങനെ എഴുതാം? യഥാ കാലഹ ഗച്ഛതി തഥാ പരിണാമഃ സംഭവതി. അപ്പോൾ എപ്പോഴാണോ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ പരിണാമം ഉണ്ടാകുന്നു എന്നാണ്. അടുത്തത് എന്താണ്? മൂന്നാമത്തത് അന്ധകാരഃ വ്യാപ്നോതി ദൃഷ്ടിഹി മന്ദീഭവതി. അപ്പോൾ അന്ധകാരഃ വ്യാപ്നോതി എന്ന് വെച്ചാൽ ഇരുട്ട് വ്യാപിക്കുന്നു, കാഴ്ച മങ്ങുന്നു. അപ്പോൾ എന്താ പറയും? യഥാ അന്ധകാരഃ വ്യാപ്നോതി തഥാ ദൃഷ്ടിഹി മന്ദീഭവതി. എപ്പോഴാണോ ഇരുട്ട് വ്യാപിക്കുന്നത് അപ്പോൾ കാഴ്ച മങ്ങുന്നു. ഓക്കെ, അടുത്തത് എങ്ങനെ എഴുതാം? മാതാ ക്ഷീരം അദാത് എന്ന് വെച്ചാൽ അമ്മ പാല് നൽകി. ബാലകഃ രോദനം അവസിതവാൻ. അപ്പോഴത്തേനും കുട്ടി എന്ത് ചെയ്തു? കുട്ടി കരച്ചിൽ നിർത്തി. അപ്പോൾ ഇത് രണ്ടുമാണ് സെന്റൻസ്. നമ്മൾ ഒറ്റ സെന്റൻസ് ആക്കണം. എങ്ങനെ എഴുതാം? യഥാ മാതാ ക്ഷീരം അദാത് തഥാ ബാലകഃ രോദനം അവസിതവാൻ. ഓക്കെ, അടുത്ത ഏതാണ്? പുത്രസ്യ സന്ദേശഃ ആഗതഃ. അപ്പോൾ മകന്റെ സന്ദേശം വന്നു. പിതാ സന്തുഷ്ടഃ അഭവത്. അപ്പോൾ അച്ഛൻ സന്തോഷവാനായി. അതാണ് 2 സെന്റൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? യഥാ പുത്രസ്യ സന്ദേശഃ ആഗതഃ തഥാ പിതാ സന്തുഷ്ടഃ അഭവത്. അപ്പോൾ എപ്പോഴാണോ മകന്റെ മെസ്സേജ് വന്നത് അല്ലെങ്കിൽ സന്ദേശം വന്നത്, ലെറ്റർ വന്നത്, അപ്പോൾ അച്ഛൻ സന്തോഷവാനായി എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഉദാഹരണാനുസാരം ലകാരം പരിവർത്തയൻ ലിഖതു. അപ്പോൾ ഉദാഹരണത്തിൽ ചെയ്തിരിക്കുന്ന പോലെ, കാണിച്ചിരിക്കുന്ന പോലെ ലകാരം എന്ന് വെച്ചാൽ ക്രിയയുടെ കാലം എന്താണ്? വർത്തമാന കാലത്തിൽ നിന്നും ഭൂതകാലത്തിലോട്ട് മാറ്റി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രസന്റ് ടെൻസ് ആണ്, അത് നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് എഴുതണം. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഗജഹ മൃഗാൻ വദതി. അപ്പോൾ ഗജഹ മൃഗാൻ വദതി എന്ന് വെച്ചാൽ ആന മൃഗങ്ങളോട് പറയുന്നു എന്നാണ്. അപ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാലം. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ എഴുതും? ആന മൃഗങ്ങളോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതും? ഗജഹ മൃഗാൻ അവദത്. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ചേർത്താൽ മതി, എന്നിട്ട് അവതത് എന്നാക്കണം. ഓക്കെ, അപ്പോൾ ആന മൃഗങ്ങളോട് പറഞ്ഞു എന്നാണ് ഭൂതകാലം. ഓക്കെ, ഇനി അടുത്തെന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ അരുണിമ ഗീതം ഗായതി. അപ്പോൾ അരുണിമ പാട്ട് പാടുന്നു. അപ്പോൾ നമ്മൾ ഇത് പ്രസന്റ് ടെൻസിലാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ എഴുതും? അരുണിമ പാട്ട് പാടി എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതും? അരുണിമ ഗീതം അഗായത് എന്ന്, പാട്ട് പാടി എന്നുള്ള എഴുതാം. ഓക്കെ, അടുത്ത എന്താണ്? ഫിറോസ് ശീഘ്രം ധാവതി. ഫിറോസ് വേഗത്തിൽ ഓടുന്നു എന്നാണ്. അപ്പം പാസ്റ്റ് എങ്ങനെ എഴുതും? ഫിറോസ് വേഗത്തിൽ ഓടി. അപ്പം എങ്ങനെ എഴുതും? ഫിറോസ് ശീഘ്രം അദാവത് എന്നെഴുതാം. ഓക്കെ, ഫിറോസ് വേഗത്തിൽ ഓടി എന്ന്.
ഓടുന്നു എന്നുള്ളത് ഓടിയായി. ഓക്കെ, പാടുന്നു എന്നുള്ളത് പാടിയായി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കത്രീന വാഹനം മന്ദം ചാലയതി. കത്രീന വാഹനം പതുക്കെ ഓടിക്കുന്നു. അപ്പോൾ ഓടിക്കുന്നു എന്നുള്ളത് അടുത്ത് എന്താവണം? ഓടിച്ചു. ഓടിക്കുന്നു എന്നുള്ളത് ഓടിച്ചു എന്നാവണം. അപ്പോൾ അതെങ്ങനെ എഴുതാം? കത്രീന വാഹനം മന്ദം അചാലയത്. കത്രീന വാഹനം പതുക്കെ ഓടിച്ചു എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജിൽ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് 4ാമതൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പ്രശാന്തഃ ചലച്ചിത്രം പശ്യതി. ഓക്കെ, അപ്പോൾ പ്രശാന്ത് ചലച്ചിത്രം കാണുന്നു എന്നാണ് അതിനർത്ഥം. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിനിമ. അപ്പോൾ പ്രശാന്ത് സിനിമ കാണുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം എങ്ങനെ എഴുതും? പ്രശാന്ത് ചലച്ചിത്രം കണ്ടു, സിനിമ കണ്ടു എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതും? പ്രശാന്തഃ ചലച്ചിത്രം അപശ്യത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഫ്രണ്ടിൽ ആ എന്നുള്ളത് ചേർത്ത് വെച്ചിട്ട് ത് എന്നുള്ള അവസരം എന്നുള്ള ഇതിൽ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അപശ്യത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 5ാമത്തത്. ആരിഫ മിത്രസ്യ പുസ്തകം ദദാതി. ആരിഫ കൂട്ടുകാരന് പുസ്തകം നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരന് പുസ്തകം കൊടുത്തു, നൽകി എന്നായിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ എന്താണ്? ദദാതി മാറി അദദാത്. ഓക്കെ, അദദാത്. ആരിഫ മിത്രായി പുസ്തകം അദദാത് എന്ന് പറഞ്ഞു വരും. ഓക്കെ, അതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ നോക്കിക്കേ, ആക്ടിവിറ്റി. അനുബന്ധം പഠിത്വ ഗ്രന്ഥകാരാണാം കൃതീനാം ച പട്ടികാം നിർമാതു. ഓക്കെ, അപ്പോൾ അനുബന്ധം പഠിത്വ, അവിടെ ഒരു അനുബന്ധ വായന, അതവിടെ വായിക്കാൻ വേണ്ടിയിട്ട് വായിക്കേണ്ട ഒരു ഭാഗം തന്നിട്ടുണ്ട് താഴെ. അത് വായിച്ചിട്ട് ഗ്രന്ഥകാരാണാം കൃതീനാം ച പട്ടികാം നിർമാതു. അപ്പോൾ അതിനകത്ത് കുറേ ഗ്രന്ഥകാരന്മാരും അവരുടെ കൃതികളും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ പട്ടികപ്പെടുത്താനാണ്. ഗ്രന്ഥകാരന്മാരും കൃതികൾ ഏതെന്ന് 2 കോളം വരച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ അനുബന്ധ ഭാഗം നോക്കാം. എന്താണ്? സംസ്കൃത സാഹിത്യം ഗദ്യപദ്യ മിശ്രൈഹ കാവ്യൈഹ സമ്പുഷ്ടം ഭവതി എന്ന് വെച്ചാൽ എന്താണ്? സംസ്കൃത സാഹിത്യം ഗദ്യം പദ്യം ഇവ രണ്ടും കലർന്ന മിശ്രകാവ്യങ്ങളാൽ സമ്പുഷ്ടമാണ്. മിശ്രകാവ്യം എന്ന് വെച്ചാൽ ചമ്പൂക്കൾ, നമ്മൾ പഠിക്കത്തില്ലേ ചമ്പൂ കാവ്യം എന്ന് പറഞ്ഞാൽ ഗദ്യവും പദ്യവും കൂടെ ചേർന്നതാണ്. ഓക്കെ, രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്നിവയാൽ സമ്പുഷ്ടമാണ് നമ്മുടെ സംസ്കൃത സാഹിത്യം. പിന്നെ പദ്യകാവ്യാനി സുവിദിതാനി ഖലു. അപ്പൊ എന്താണ്? പദ്യകാവ്യങ്ങള് സുവിദിതാനി ഖലു, എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണല്ലോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തത്ര പഞ്ചമഹാകാവ്യാനി പ്രസിദ്ധാനി. അവയില് പഞ്ചമഹാകാവ്യങ്ങൾ വളരെ പ്രസിദ്ധമാണ് എന്നാണ് പറയുന്നത്. ഗദ്യവിഭാഗേ ച നൈകേ ഗ്രന്ഥാഹ സന്ധി. അപ്പം എന്താണ്? ഗദ്യവിഭാഗത്തിലും അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സുബന്ധോഹ വാസവദത്ത. അപ്പം എന്താണ്? സുബന്ധുവിൻ്റെ വാസവദത്ത. അപ്പം ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം സുബന്ധുവിൻ്റെ എന്താണ്? വാസവദത്ത. ദണ്ഡിയുടെ ദശകുമാര ചരിതം. അപ്പോൾ ദണ്ഡി, അപ്പോൾ കർത്താവാരാണ് ഇവിടെ? സുബന്ധു. അപ്പോൾ പുസ്തകം കൃതി ഏതാണ്? വാസവദത്ത. അപ്പോൾ ദണ്ഡിയുടെ ദശകുമാര ചരിതം. അപ്പോൾ ദണ്ഡി കർത്താവും ദശകുമാര ചരിതം കൃതിയാണ്. ഇനി ബാണഭട്ടൻ്റെ കാദംബരി. ബാണഭട്ടൻ്റെയാണ് കാദംബരി. അപ്പോൾ ബാണഭട്ടഹ എന്ന് എഴുതണം. അടുത്ത് ഹർഷചരിതം. അപ്പോൾ ബാണഭട്ടൻ്റെ കാദംബരി മാത്രമല്ല, ഹർഷചരിതം എഴുതിയത് ബാണഭട്ടനാണ്. എന്നിവ എന്താണ്? അതിൽ പ്രസിദ്ധമാണ്. തത്ര പ്രസിദ്ധാഹ എന്നൊക്കെ അവയൊക്കെ നമുക്ക് പ്രസിദ്ധമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രായശഃ സർവേ സഹൃദയാഃ ഗദ്യസാഹിത്യസ്യ ആസ്വാദകാഃ ഭവന്തി. അപ്പോൾ എന്താണ്? പ്രായശഃ സർവേ സഹൃദയ എന്ന് വെച്ചാൽ പ്രായശഃ പ്രായേണ എന്ന് വെച്ചാൽ എല്ലാവരും, സർവേ സഹൃദയ എല്ലാ സഹൃദയരും എന്താണ്? ഗദ്യസാഹിത്യസ്യ ആസ്വാദകാഃ ഭവന്തി. അപ്പോൾ പ്രായം ഭേദമന്യേ എല്ലാവരും എന്താണ്? ഈ ഗദ്യസാഹിത്യത്തെ ആരാധിക്കുന്നവരാണ് അല്ലെങ്കിൽ ആസ്വദിക്കുന്നവരാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പട്ടികപ്പെടുത്തണം. അപ്പോൾ പട്ടികപ്പെടുത്തുമ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് ഗ്രന്ഥകാരഹ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത് കൃതിഹി അല്ലെങ്കിൽ ഗ്രന്ഥഹ എന്ന് എഴുതാം. അപ്പോൾ സുബന്ധുഹു എന്ന് ഗ്രന്ഥകാരൻ എഴുതുവാണെങ്കിൽ വാസവദത്ത ഫസ്റ്റത്തെ അല്ലേ. അടുത്ത് ദണ്ഡി എന്താണ്? ദശകുമാര ചരിതം.
ബാണഭട്ടഹ എന്ന് പറഞ്ഞ് എന്ത് എഴുതണം? കാദംബരിയുണ്ട്, അല്ലെങ്കിൽ എന്താണ് കാദംബരിയുണ്ട്, വേറൊരിതും പഠിച്ചു ഹർഷചരിതം. അപ്പോൾ അത് രണ്ടും ഗ്രന്ഥകാരൻ ബാണഭട്ടഹ എന്ന് എഴുതിയിട്ട് ഇത് രണ്ടും അപ്പുറത്ത് ഓപ്പോസിറ്റ് എഴുതുക. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമ്മുടെ എന്താണ്? ധാതുരൂപാണി, ധാതുരൂപങ്ങളാണ്. ഓക്കെ, ക്രിയാപദങ്ങളുടെ ഒരു പട്ടികയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിയാപദങ്ങൾ നമ്മൾ നേരത്തെ ക്രിയാപദം കണ്ടെത്താൻ പറഞ്ഞില്ല, അതുപോലെ ഇവിടെ എന്താണ്? വധ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ്. സംസാരിക്കുക അല്ലെങ്കിൽ പറയുക എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഈ വധ് എന്ന് പറയുന്നതിന്റെ ഏതാണ്? വധു വ്യക്തായാം വാചി ഫാദിഹി പരസ്മൈപതി സകർമക സേട്ട് കർത്തരി ലങ്. ഓക്കെ, ലങ് ലകാരമാണ്. ലങ് എന്ന് വെച്ചാൽ എന്താണ്? ലങ് ലകാരം എന്ന് വെച്ചാൽ ഭൂതകാലമാണ്. ഇത് ഭോതിഗണത്തിൽപ്പെട്ട പരസ്മൈപതി സകർമകം ലങ് ലകാരമാണ്. ലങ് ലകാരം എന്ന് പറഞ്ഞാൽ ഭൂതകാലം, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയാം. അപ്പോൾ അതിൻ്റെ സംസാരിക്കുക അല്ലെങ്കിൽ പറയുക, അതിൻ്റെ കഴിഞ്ഞ കാലം വരുമ്പോൾ എങ്ങനെയാണ്? അപ്പം എന്താണ്? ഏകവചനം, ദ്വിവചനം, നമ്മളെല്ലാത്തിലും പഠിക്കുന്ന പോലെ ഏകവചനം, ദ്വിവചനം, പിന്നെ എന്താണ്? ബഹുവചനം. ഓക്കെ, അതാണ്. അപ്പോൾ പ്രഥമ പുരുഷ, അതായത് ഒരാൾ, ഏകവചനത്തിൽ ഒരാൾ വരുമ്പോൾ നമ്മളെന്താണ്? അവൻ പറഞ്ഞു എന്ന് പറയും അല്ലേ? അവൻ പറഞ്ഞു എന്നതിന് എന്താണ്? അവൻ പറഞ്ഞു എന്നുള്ളതിന് അവധ, നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ അവധത്ത് നിന്നാവും. അപ്പോൾ ഇനി രണ്ട് പേരുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ അവധത് മാറ്റി എന്താ പറയണത്? അവധതാം എന്ന് എഴുതണം. ഓക്കെ, ദ്വിവചനം വരുമ്പോൾ. ഇനി ബഹുവചനം വരുവാണെങ്കിലോ, അതായത് കുറേ പേര്, രണ്ടല്ല അതിൽ കൂടുതൽ പേരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവധൻ എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മളൊരു സെൻറ്റൻസിൽ ഏകവചനമാണോ ദ്വിവചനമാണോ ബഹുവചനമാണോ, അപ്പോൾ അതിനനുസരിച്ച് ഈ വാക്കുകൾ മാറുവാണ്. അവധത്, അവധതാം, അവധൻ. ഓക്കെ, ഇനി അടുത്താണ് മധ്യമ പുരുഷൻ. ഓക്കെ, അപ്പോൾ ഇനി പറയണം നീ പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഒരാളെ നോക്കിയിട്ട് നമ്മൾ നീ പറഞ്ഞു, ഒരാളല്ലേ അവിടെ വരുന്നത്. അപ്പം നീ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ അവധഹ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു എന്നാണ് പറയേണ്ടത്. അപ്പം അവിടെ നമ്മൾ ഏത് ഉപയോഗിക്കണം? അവധതം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തുവാണ് നമ്മൾ ഉപയോഗിക്കേണ്ട? അവധത. ഓക്കെ, ഇനി അടുത്ത് ഉത്തമ പുരുഷൻ. ഉത്തമ പുരുഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറയുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രഥമ പുരുഷ. അപ്പോൾ അവിടെ ഒരാളെ വരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വരുമ്പോൾ സബ്ജക്റ്റ് ഞാനെന്നാണെങ്കിൽ അവിടെ എന്താ? അവധം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്ന് വരുമ്പം അവധം. ഓക്കെ, ഇനി ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഉത്തമ പുരുഷനാണ്. അപ്പോൾ അവധാവ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്നുള്ള വാക്കിന് ഉപയോഗിക്കേണ്ട അവധാവ. ഇനി ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഞങ്ങൾ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ പറയേണ്ടതാണ് അവധാമ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്, ലങ് ലകാരം. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്? ധാതു രൂപം ഏതാണ്? രുതിർ എന്ന് പറഞ്ഞാൽ കരയുക എന്നുള്ള ഒരു അർത്ഥം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏതാണ് തരുന്നത്? ലഡ് ലകാരമാണ്. ലഡ് ലകാരം എന്ന് വെച്ചാൽ വർത്തമാനകാലമാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? അദാദിഹി പരസ്മൈപതി അകർമഹ സേട്ട് കർത്തരി ലഡ്. അപ്പോൾ ലങ് ലകാരമല്ല, ഇത് ലഡ് ലകാരമാണ്. അപ്പോൾ രുതി അശ്രുവിമോചനെ, അപ്പോൾ അതായത് കണ്ണുനീർ വാർത്തു അങ്ങനെയുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അപ്പോൾ കണ്ണുനീർ, കരയുക എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വർത്തമാനം, ലഡ് ലകാരമാണ്. ലഡ് ലകാരം എന്ന് പറയുമ്പോൾ വർത്തമാനകാലം. അപ്പോൾ പ്രസന്റ് ടെൻസിൽ ഇപ്പോൾ പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്താണ്? കരഞ്ഞു എന്ന് പറയും. നേരത്തെ പാസ്റ്റാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എന്തുവരും? അപ്പോൾ കരയുന്നു, ഇപ്പം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഏകവചനം, ബഹുവചനം, പിന്നെ പുരുഷൻ, പ്രഥമ പുരുഷ വരുമ്പോൾ എങ്ങനെ? മധ്യമ പുരുഷ, ഉത്തമ പുരുഷ. അപ്പോൾ എന്താ? പ്രഥമ പുരുഷ പറയുമ്പോൾ ഏകവചനം കരയുന്നു എന്നുള്ളതിന് ഏകവചനം. അപ്പം എന്താണ്? രോദിതി. ദ്വിവചനമാകുമ്പം രണ്ടുപേര് കരയുന്നു. അപ്പോൾ രണ്ടുപേര് കരയുന്നു എന്നുള്ളതിന് രുദിതഹ. ഓക്കെ, പലർ കരയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടെങ്കിൽ രുദന്തി എന്ന് പറയും ബഹുവചനം വരുമ്പോൾ. ഓക്കെ, ഇനി നീ കരയുന്നു, മധ്യമ പുരുഷ. ഓക്കെ, അപ്പോൾ നീ കരയുന്നു എന്നുള്ളതിന് എന്താണ്? ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയും നീ കരയുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്താ? രോദിഷി. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേര് കരയുന്നു എന്ന് പറയുമ്പോൾ രുദിതഹ. ഓക്കെ, നിങ്ങൾ കരയുന്നു എന്ന് പറയുമ്പോൾ രുദിത. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഉത്തമ പുരുഷൻ. അപ്പം ഞാൻ പറയുവാണ്. ഓക്കെ, ഞാൻ കരയുന്നു എന്ന് പറയണം. അപ്പോൾ എന്താ? രോദിമി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾ രണ്ടുപേര് കരയുന്നു എന്ന് പറയുമ്പോൾ ഈ കരയുന്നു എന്ന് പറയുന്ന വാക്കിന് എഴുതേണ്ടതാണ് രുതിവഹ. ഓക്കെ, അടുത്ത്
ഞങ്ങൾ കരയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ കരയുന്നു എന്നുള്ള വാക്ക് ഇങ്ങനെ രുതിമഹ എന്നാണ് അവിടെ വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത് വരുന്നത് നാമരൂപാണിയാണ്. ഗ്രാമർ പാർട്ട് തന്നെ നാമരൂപാണി. മകാരാന്തഃ പുല്ലിംഗഃ കിം ശബ്ദഃ എന്ന് വെച്ചാൽ ഇവിടെ സംസ്കൃതത്തിലെ കിം ശബ്ദം എന്ന, അതായത് മലയാളത്തിൽ നമ്മൾ ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുന്നതാണ് കിം. തവ നാമ കിം, നിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ ആ കിം എന്ന് പറഞ്ഞ ശബ്ദം, അപ്പോൾ ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുന്നതിനാണ് ഇത് സംസ്കൃതത്തിൽ പറയുന്നതാണ് കിം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന പുല്ലിംഗ രൂപങ്ങളാണ്. ഓക്കെ. അപ്പം പുല്ലിംഗ രൂപം എന്ന് പറയാം പുരുഷന്മാരെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ ആര്, ആരെ, ആരാൽ, ആർക്ക് എന്നൊക്കെ നമ്മൾ ഒരു വാക്കിന് ഇങ്ങനെ ആര്, ആർക്ക്, ആരാൽ, ആരാൽ എന്നൊക്കെ ചോദിക്കത്തില്ല, ആരെ എന്നൊക്കെ ചോദിക്കുക. അതുപോലെ സംസ്കൃതത്തിൽ മാറ്റിയെടുക്കുന്നതാണ് ആ ഒരു പ്രത്യയങ്ങൾ, ആ വിഭക്തികൾ ഇവിടെ സംസ്കൃതത്തിൽ നമ്മൾ എങ്ങനെ പറയുന്നു, മലയാളത്തിൽ പറയുന്ന പോലെ എങ്ങനെ സംസ്കൃതത്തിൽ പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം തന്നിട്ടുള്ള പ്രഥമ വിഭക്തിയാണ് ആര് എന്നാണ് ഇവിടെ. അപ്പോൾ അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഏകവചനം വരുമ്പോൾ കഹ, ആര്. അതായത് ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ആരാണ് പോകുന്നത്, ആര് പോകുന്നു, അപ്പോൾ കഹ ഗച്ഛതി എന്നൊക്കെ പറയും. അപ്പോൾ ഏകവചനമല്ലേ, അപ്പോൾ ആരാണെന്നുള്ളതിന്, അപ്പോൾ അതാണ് ഇവിടെ കഹ എന്ന് പറഞ്ഞത്. ഇനി ദ്വിവചനം രണ്ടുപേരാകുമ്പോൾ കൗ, ആര് എന്ന് ചോദിക്കുന്നത്. ഓക്കെ. ഇനി ബഹുവചനം വരുമ്പോൾ എങ്ങനെയാണ്? കെ എന്ന് പറഞ്ഞാൽ ആരെല്ലാം, കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ ആരെല്ലാം പോകുന്നു എന്ന് പറയില്ലേ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയാം ആരെല്ലാം പഠിക്കുന്നു, ആരെല്ലാമാണ് പഠിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കെ പഠന്തി. അപ്പോൾ ആരെല്ലാം എന്നുള്ളതിന് കെ ഉപയോഗിക്കുന്നു. ഇനി ദ്വിതീയ വിഭക്തി വരുമ്പോൾ ആരെ എന്നാണ്. നേരത്തെ ആര് എന്ന് പറഞ്ഞെങ്കിൽ ഇനി ആരെ എന്നാണ്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അതിനെ, ആ ഒരു കർമ്മത്തെ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ അതിലിവിടെ ഓരോ ഭാഗങ്ങളും. അപ്പോൾ ഒരാളെ ആണെങ്കിൽ നമ്മൾ കം എന്ന് പറയും. രണ്ടുപേരാകുമ്പോൾ കൗ പറയും. കുറേ പേര് പലരെ ഉണ്ടെങ്കിൽ അത് കാൻ എന്ന് പറയും. ഓക്കെ. ഇനി തൃതീയ വിഭക്തി വരുമ്പോൾ അതിൻ്റെ അർത്ഥം ആരാൽ, ആരോടൊപ്പം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ കാരണമായ അല്ലെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കൂടെയുള്ള ആളെയോ അതിന് കാരണമായ ആളെയോ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആരാൽ അല്ലെങ്കിൽ ആരോടൊപ്പം, ഇത് ആരാലാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത് ആരോടൊപ്പം ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്താ, ഇപ്പോൾ ആരുടെ കൂടെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആരുടെ കൂടെ എന്ന് പറയുമ്പോൾ ഒരാളാണെങ്കിൽ കേന ഉപയോഗിക്കാം. അപ്പോൾ കേന സഹ ആരുടെ കൂടെ എന്ന് പറയും. അപ്പോൾ കേന ഉപയോഗിക്കാം. ഇനി രണ്ടുപേരാണെങ്കിൽ നമുക്ക് കേനയ്ക്ക് പകരം കാഭ്യാം മാറ്റണം. ഇനി പലരാൽ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ കൈഹ എന്ന് പറയാം. ഓക്കെ. അടുത്ത ചതുർത്ഥി വിഭക്തി വരുമ്പോൾ ആർക്ക് അല്ലെങ്കിൽ ആർക്കു വേണ്ടി ചെയ്യുന്നു, ആർക്കു വേണ്ടി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത് ആർക്കാണോ ഇതൊക്കെ നൽകുന്നത് അവരെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചതുർത്ഥി വിഭക്തിയിൽ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി എന്ന് പറയും. അപ്പോൾ കസ്മൈ, അതായത് ആർക്കാണ് നൽകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കസ്മൈ ദദാതി എന്നൊക്കെ പറയാം. അപ്പോൾ കസ്മൈ ദദാതി. രണ്ടുപേരുണ്ടെങ്കിൽ കാഭ്യാമ് പറയും. കുറേ പേര് പലർക്കാണെങ്കിൽ കേഭ്യഹ പറയാം. ഇനി പഞ്ചമി വിഭക്തിയിൽ വരുമ്പോൾ കിമ്മിൻ്റെ ഏതാണ്? ആരിൽ നിന്ന് എന്നുള്ള വാക്ക്. ആരിൽ നിന്ന് അർത്ഥം, അതായത് നമുക്ക് എന്താണ്, ആരെങ്കിലും നമ്മൾ വാങ്ങുകയാണ്, എന്തെങ്കിലും ചെയ്ത് ആരിൽ നിന്ന് വാങ്ങി, ആരിൽ നിന്ന് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവിടെയാണ് പഞ്ചമി വിഭക്തിയുടെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാളിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കും കസ്മാത് എന്ന് ചോദിക്കും. രണ്ടുപേരിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലും കാര്യം വാങ്ങിക്കുന്നതെങ്കിൽ കാഭ്യാമ്. പലരിൽ നിന്ന്, ഒരുപാട് പേരിൽ നിന്നാണെങ്കിൽ കേഭ്യഹ ഉപയോഗിക്കും. ഓക്കെ. ഇനി ഷഷ്ടി വിഭക്തി എന്ന് വെച്ചാൽ ആരുടെ, നമ്മൾ ആരുടെ, ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറയും ഹൂസ് എന്ന് പറയില്ലേ. അപ്പോൾ ഹൂം, ഹൂസ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷഷ്ടി വിഭക്തിയിൽ ആരുടെ എന്ന്, അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇത് ആരുടെ പുസ്തകം എന്ന് ചോദിക്കുകയാണെങ്കിൽ കസ്യ പുസ്തകം. അപ്പോൾ ഒരാളടുത്താണെങ്കിൽ കസ്യ. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾ മലയാളത്തിൽ ആരുടെ എന്ന് ഉപയോഗിക്കില്ലേ അത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ബന്ധം കാണിക്കുക അല്ലെങ്കിൽ ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആരുടെ പുസ്തകം എന്നാണെങ്കിൽ കസ്യ അല്ലേ, കസ്യ പുസ്തകം എന്ന് പറയാം. ഇനി രണ്ടുപേരോടത്താണെങ്കിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് ആരുടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേരോട് ചോദിക്കുകയാണെങ്കിൽ കയോഹ.
ഇനി കുറേ പേരുണ്ടെങ്കിൽ ആരുടെ എല്ലാം എന്ന് ചോദിക്കുകയാണെങ്കിൽ കേശാം പറയാം. ഇനി സപ്തമി വിഭക്തിയിൽ വരുമ്പോഴാണ് എന്താ, ആരിൽ അല്ലെങ്കിൽ എന്തിൽ എന്നുള്ള വാക്കാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണോ ഇതിരിക്കുന്നത്, അതിൻ്റെ മെയിൻ സ്ഥാനം, ആസ്ഥാനം അല്ലെങ്കിൽ എവിടെയാണോ ഇതിരിക്കുന്നത്, എവിടെ നിന്നാണോ വന്നത് അത് സൂചിപ്പിക്കുക, ആരിൽ അല്ലെങ്കിൽ എന്തിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഒരാളാണെങ്കിൽ എന്താണ്, കസ്മിൻ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ആരുടെ ഉള്ളിൽ എന്ന് പറയും. അപ്പോൾ കസ്മിൻ. ഇനി 2 പേരാണെങ്കിൽ കയോഹ ഉപയോഗിക്കും, പലരിലാണെങ്കിൽ കേശു ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി, സംസ്കൃതത്തിൽ ഇത് ആൺകുട്ടിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പുരുഷനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിനനുസരിച്ച് ആര്, ആരെ, ആരുടെ എന്നിങ്ങനെ ഈ വാക്കുകൾ മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടി പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ, സർവനാമ ശബ്ദാനാം സംബോധന പ്രഥമ രൂപാണി നാസ്തി കിം ശബ്ദ സർവനാമ ഗണേ അന്തർഭവതി എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ സർവനാമ ശബ്ദങ്ങൾക്ക് സംബോധന പ്രഥമ രൂപങ്ങളില്ലെന്നും കിം ശബ്ദം എന്താണ് സർവനാമ ഗണത്തിൽ ഉൾപ്പെടുന്നതാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് വ്യാകരണ വിശേഷം. ഓക്കെ, ഇത് കുറച്ച് ഗ്രാമർ പാർട്ടാണ്, നിങ്ങൾക്ക് കുറച്ച് മടുക്കുമായിരിക്കും, എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സംസ്കൃതം പഠിക്കുമ്പോൾ മനസ്സിലാക്കണമല്ലോ ഗ്രാമർ പാർട്ടൊക്കെ. അടുത്ത് എന്താ, വ്യാകരണ വിശേഷ എന്ന് വെച്ചാൽ വ്യാകരണത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ചിലയിടത്ത് നമ്മൾ ഓരോന്നും ഉപയോഗിക്കുന്നതിന്റെ ഇതാണ് പറയുന്നത്. നോക്കിക്കേ, വിനാ വിലംബം ഇത്യത്ര പൃഥകി നാനാനാഫിസ് തൃതീയാന്യതരസ്യാം ഇതി സൂത്രേണ ദ്വിതീയ തൃതീയ പഞ്ചമി വാ സ്യുഹ എന്ന് പറഞ്ഞാൽ, വിനാ വിലംബം എന്ന് പറഞ്ഞാൽ ഇവിടെ വൈകിക്കാതെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിന എന്ന് നമ്മൾ പഠിച്ച പാഠത്തിൽ വിന എന്നൊരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ വിന എന്നാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കൂടാതെ അല്ലെങ്കിൽ ഇല്ലാതെ എന്നൊക്കെ, അതില്ലാതെ, വനം വിന നമ്മൾ പറഞ്ഞു, കാടില്ലാതെ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഉള്ള നിയമങ്ങളാണ് പറഞ്ഞത്. സംസ്കൃതത്തിൽ വിന എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്ന പദത്തിന് നമ്മൾ വിലംബം എന്ന് പറഞ്ഞ രീതിയിൽ, വിലംബം എന്ന് പറഞ്ഞ ആ വാക്ക് 3 രീതിയിൽ ഉപയോഗിക്കാന്നാണ് പറയുന്നത്. വിനാവിലംബ്, പിന്നെ തൃതീയ വിഭക്തി വിനാവിലംബേന, അടുത്ത് പഞ്ചമി വിഭക്തി വരുമ്പോൾ വിനാവിലംബാദ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഈ 3 രീതിയിൽ എങ്ങനെ എഴുതിയാലും തെറ്റല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ അവര് 1ാമത്തെ രീതിയായ വിനാവിലംബം എന്ന് ഉപയോഗിച്ചു, അതാണ് 1ാമത്തെ രൂപമാണ്. അപ്പൊ നമുക്ക് 3 രൂപത്തിൽ എഴുതാമെന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത 2ാമത് എന്താണ്, സഞ്ചരതി സ്മ ഇത്യത്ര സ്മ്യോഗേ ഭൂതാനധ്യന പരീക്ഷയെ ലെറ്റ് സ്മേ ഇതി സൂത്രേണ. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സാധാരണയായിട്ട് സംസ്കൃതത്തിൽ ഭൂതകാലം കാണിക്കാനാണ് അഭവത്, അഗച്ഛത് എന്നിങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ആ ചേർത്തു, പിന്നെ അവസാനം ഒരു ചന്ദ്രക്കല്ലിൽ നിർത്തും എന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് എഴുതാൻ. എന്നാൽ ചില സംഭവം നമ്മൾ കഥയൊക്കെ പറയുമ്പോൾ ഒരു എളുപ്പ വഴിക്ക്, അതായത് പ്രസന്റ് ടെൻസ് വർത്തമാനകാല ക്രിയയുടെ കൂടെ സ്മ എന്ന വാക്ക് ചേർത്ത്, സ്മ എന്ന് വെച്ചാൽ ആയിരുന്നു എന്നാണ്. അപ്പോൾ അത് ഭൂതകാലമായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. അതായത് സഞ്ചരതി സ്മ എന്ന് പറഞ്ഞാൽ, സഞ്ചരതി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ കൂടെ നമ്മൾ സ്മ ചേർത്ത് പറയുമ്പോൾ സഞ്ചരതി സ്മ എന്ന് എഴുതിയപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ഭൂതകാലത്തിലോട്ട് മാറി, അതായത് സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ളതായി. അപ്പോൾ സഞ്ചരതി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നു, സഞ്ചരതി സ്മ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ കഥയൊക്കെ പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് കാണിക്കാൻ വർത്തമാനമായി പ്രസന്റ് ടെൻസിലെ ആ ക്രിയയുടെ കൂടെ സ്മ ചേർക്കുന്ന ഒരു വ്യാകരണ ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ 2ാമത് പറഞ്ഞത്. ഓക്കെ, ഇനി 3ാമത്തെ വാനരസ്യ പൃഷ്ഠതഃ ഇത്യത്ര പൃഷ്ഠതഃ ഇത്യസ്യ യോഗേ ഷഷ്ടി വിഭക്തിഃ ഷഷ്ടയ സദർത്ഥ പ്രയോഗേ ഇതി സൂത്രേണ. അപ്പോൾ അതായത് 3ാമത്തത്. അപ്പോൾ വാനരസ്യ പൃഷ്ഠതഃ, കുരങ്ങന്റെ പിറകിൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പൃഷ്ഠതഃ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വാനരസ്യ പൃഷ്ഠതഃ, പൃഷ്ഠതഃ എന്ന് പറഞ്ഞാൽ പുറകിൽ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സംസ്കൃതത്തിൽ പുറകിൽ അല്ലെങ്കിൽ ഉപരി, മുകളിൽ, അല്ലെങ്കിൽ അധഃ, താഴെ എന്നൊക്കെ പറയുന്ന സ്ഥാനങ്ങൾ കാണിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ ആ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരുടെ പുറകിൽ അല്ലെങ്കിൽ ആരുടെ മുകളിൽ ആണോ എന്ന് പറയുന്നത് ആ പദത്തിന് ഷഷ്ടി വിഭക്തി, അതായത് നമ്മുടെ മലയാളത്തിലെ ഉടേ എന്നുള്ള പറയില്ലേ, ആ ഒരു പ്രത്യയം നൽകണമെന്നാണ് അവിടെ പറയുന്നത്. അതായത് ഇവിടെ കുരങ്ങന്റെ പുറകിൽ എന്നാണ് പറഞ്ഞത്, വാനരസ്യ പൃഷ്ഠതഃ. ഓക്കെ, അപ്പോൾ കുരങ്ങന് സംസ്കൃതത്തിൽ വാനരഹ എന്നാണ് പറയുന്നത്. അപ്പോൾ നിയമപ്രകാരം ഇതിനെ എന്താണ് ഷഷ്ടി വിഭക്തിയിലോട്ട് മാറുമ്പോൾ
കുരങ്ങൻ്റെ എന്ന് പറയാൻ വാനരസ്യ എന്നെഴുതും. അതാണ് വാനരസ്യ പൃഷ്ഠതഃ എന്ന് പറഞ്ഞത്. വാനരഹ എന്ന് വെച്ചാൽ കുരങ്ങൻ, കുരങ്ങൻ്റെ അല്ലെങ്കിൽ ഉടേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ദീപയുടെ ഉടേ എന്നുള്ള ശബ്ദം. പക്ഷെ അത് ഒരാണിൻ്റെ പേര് പറയാം അഖിലിൻ്റെ ഇൻ്റെ എന്നാവും. അപ്പം അതുപോലെ ഇവിടെ കുരങ്ങൻ്റെ എന്ന് പറയാൻ എന്താണ് വാനരസ്യ പൃഷ്ഠതഃ എന്ന് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് പൃഷ്ഠതഃ എന്ന വാക്ക് വന്നതുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്ക് വാനരസ്യ എന്ന് ഷഷ്ടി വിഭക്തിയിലോട്ട് മാറ്റിയത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്ത അവസാനം കോശഹയാണ്. കോശഹ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് പര്യായ പദങ്ങളാണ്. വസുധയ്ക്ക് എന്തൊക്കെ പറയും? വസുധ എന്ന് വെച്ചാൽ ഭൂമിയാണ്. ഭൂമിക്ക് അത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ വാക്കുകൾ പര്യായ പദങ്ങൾ സർവം സഹ, വസുമതി, വസുധ, ഉർവി, വസുന്ധര എന്നൊക്കെ പറയാം. അടുത്ത് വ്യാധഹ എന്ന് വെച്ചാൽ വേട്ടക്കാരൻ അല്ലെങ്കിൽ വേടൻ എന്നൊക്കെ പറയും. അതിന് നമുക്ക് വ്യാധഹ പറയാം. മൃഗവധ ജീവം പറയാം. മൃഗായുഹ, ലുബ്ധക എന്നൊക്കെ അതിനകത്തുനിന്ന് വാക്കുകൾ കിട്ടും. അടുത്ത് വനം എന്ന് വെച്ചാൽ കാടാണ്. അതിന് കാട്ടിൽ നമുക്ക് പര്യായപദങ്ങൾ അടവി, അരണ്യം, വിപിനം, ഗഹനം, കാനനം, വനം എന്നൊക്കെ അതിൽ നിന്ന് കിട്ടും. അത് വായിക്കുമ്പോൾ കിട്ടും. ഓക്കെ, അടുത്ത അവസാനം ഒരു സൂക്തമാണ് തന്നിട്ടുള്ളത്. എന്താണ് തന്നിട്ടുള്ളത്? അവാച്യ വൃത്തിഹി ഭൂമേഹ രക്ഷ സന്തുലിതാ സ്ഥിതി. ഓക്കെ, അപ്പം എന്താണ്? ഭൂമിയുടെ സന്തുലിതാവസ്ഥ വാക്കുകൾക്ക് അതീതമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പോരാ, നമ്മൾ ഭൂമിയെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഭൂമിയെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരർത്ഥം തരുന്നതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അവസാനം ഇച്ചിരി ഗ്രാമർ പാർട്ട് ഒന്ന് കട്ടിയായിരിക്കും, പക്ഷേ പാഠമൊക്കെ നല്ല എളുപ്പമുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഗ്രാമർ പാർട്ടിലൂടെ സംസ്കൃതം പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കണം മലയാളത്തിലുള്ള മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംസ്കൃതത്തിലെ 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ആ ഗ്രാമർ പാർട്ട് കുറച്ച് നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നും, പക്ഷെ ഒരു 2-3 തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടും. അപ്പം നിങ്ങൾക്ക് സംസ്കൃതത്തിൽ എന്താണ് ലാംഗ്വേജ് പഠിക്കുന്നതോടൊപ്പം അത് സംസാരിക്കാനും അത് വാക്കുകൾ ഉപയോഗിക്കാനും ഒക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദിബ ജാർവി സൈനിങ് ഓഫ്.